ഇന്നലെ ഇറങ്ങിയ ഒരു വലിയ ന്യൂസ് ആയിരുന്നു. Insta360 ആന്റി ഗ്രേവിറ്റി എന്ന് പറയുന്ന ഒരു ഡ്രോൺ ഇറക്കിയത്. മുന്നേ ഇതിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 360 ക്യാമറയാണ്. ഇന്നലെ അത് ഒഫീഷ്യലി അവരത് പുറത്തിറക്കിയിരിക്കുകയാണ്. Insta360യുടെ ഫാസ്റ്റ് 8K 360 ഡ്രോൺ. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് വളർന്ന ഡ്രോൺ എന്ന് പറയുമ്പോഴത്തേക്കും DJI തന്നെയാണ്. DJIയുടെ സീരീസ് തന്നെയാണ്. അപ്പം അതിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സും നോർമലിയുള്ള എല്ലാവരും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഡ്രോണും മിനി സീരീസ് ആണ്. ക്യാരി ചെയ്യാനും വിഷ്വൽ ക്വാളിറ്റിക്കും എല്ലാം കൊണ്ടും. പിന്നെ 249 ഗ്രാം, അതായത് 250 ഗ്രാമിന് മേലെ വരുവാണെങ്കിൽ ലൈസൻസ് വേണം. 249 ഗ്രാം ആയതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു മാർക്കറ്റിംഗ് ആണ് Insta360 പിടിച്ചിരിക്കുന്നത്. പിന്നെ ഓൾറെഡി 2-3 വർഷമായിട്ട് നിങ്ങൾക്കറിയാം Insta360 എത്രമാത്രം വലിയ രീതിയിൽ ട്രെൻഡാണ് കൊണ്ടുവന്നത്. ആക്ഷൻ ഗെയിംസിലും പോക്കറ്റ് ഗെയിംസിലും എല്ലാം ആൾക്കാർക്ക് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് എഡിറ്റിങ്ങിനൊക്കെ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 360 ക്യാമറാസ് കൂടുതലും വേറെ അങ്ങ് ട്രെൻഡായി. നമുക്ക് ഏത് സൈഡിൽ ഒരിക്കലും വിഷ്വൽ മിസ്സാവത്തില്ല. ഏത് സൈഡിലുള്ള വിഷ്വൽ വേണോ നമുക്ക് എടുക്കാവുന്ന ലെവലിൽ. അങ്ങനെയാണ് DJI എന്ന് പറയുന്ന ബ്രാൻഡിനൊക്കെ വൻ തിരിച്ചടിയൊക്കെ സംഭവിച്ചത് ആക്ഷൻ ഗെയിംസിലൊക്കെ. പക്ഷേ ലാസ്റ്റ് കുറച്ച് ദിവസം മുന്നേ DJI ഒഫീഷ്യലി അവരുടെ ഒരു DJ360 ഇറക്കി കഴിഞ്ഞു. പക്ഷേ അതിലൊന്നും ഇനി മിക്കൊന്നും തോന്നുന്നില്ല. ഇവരുടെ ഈ ഒരു അനൗൺസ്മെന്റ് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയത്. നോർമലി നമ്മൾ ഡ്രോൺ ഫുട്ടേജസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇന്ന ഫ്രെയിം വേണം. ചില സമയത്ത് നമുക്ക് മിക്ക ഷോട്ടും മിസ്സായി പോകാറുണ്ട്. ലൈക്ക് പെട്ടെന്ന്, അതായത് ഇപ്പോൾ സ്ട്രേറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന സാധനം പെട്ടെന്നൊന്ന് ഓടിക്കുമ്പോഴത്തേക്കൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ആ സമയത്ത് ഡ്രോൺ അത്രയും പെട്ടെന്ന് സ്പീഡപ്പ് ആയിട്ട് വരത്തില്ല. അതൊക്കെ സ്ലോ ചെയ്ത് ആ സമയത്തൊക്കെ ഫ്രെയിമൊക്കെ മിസ്സാവും. ആ സമയത്തൊക്കെയാണ് 360 ഡ്രോൺ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കും എന്നൊക്കെ ഇവർ കാണിച്ചു തന്നത് ഇവരുടെ ഒരു കുറച്ച് കാര്യങ്ങളിൽ. ഓൾറെഡി സോഷ്യൽ മീഡിയസ് മൊത്തം ചർച്ച ചെയ്യുന്നതും ഈ ഒരു ഡ്രോണിനെ പറ്റിയിട്ടാണ്, Insta360 ഡ്രോൺ. സോ ഈ ഡ്രോൺ, അതായത് ആന്റി ഗ്രേവിറ്റി A1 എന്ന് പറയുന്ന ഈ ഒരു മോഡല് പൂർണ്ണമായി Insta360 അല്ല, ഇത് വേറെ കമ്പനികളായിട്ട് ഒന്ന് കയ്യൊപ്പ് ചേർന്ന് ഇറക്കിയ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇനിയും ഭയങ്കര അപ്ഡേറ്റ്സ് ഒക്കെ വരാൻ പോകുന്നത്. സോ ഈ ആന്റി ഗ്രാവിറ്റി എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ഈ A1 എന്ന് പറയുന്ന മോഡൽ ഓൾറെഡി വൻ ചർച്ചാ വിഷയം ഇപ്പോൾ ഇവിടെ സൃഷ്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൽ ഈ ഡ്രോണിൻ്റെ ഏറ്റവും വലിയ സ്പെക്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നോർമൽ നമ്മുടെ സാധാ ഡ്രോണിനൊക്കെ ഉള്ള ഒരു ജിമ്പൽ പരിപാടിയൊന്നും ഇതിലില്ല. ഇതിൽ മെഗലിലും താഴെയുമായിട്ട് ആണ് അതിൻ്റെ ഒരു ക്യാമറ വരുന്നത്. സോ 360 ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അങ്ങനത്തെ ഒരു ക്യാമറ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലാൻഡിങ് സമയത്തൊക്കെ അല്പം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഓൾറെഡി പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തെടുക്കുന്ന സംഭവമാണ്. സോ രണ്ടാമത് ഈ കണ്ടതിലൊരു പ്രത്യേകത തോന്നിയത് ഇത് ലാൻഡിങ് സമയത്തൊക്കെ ഉള്ള ഒരു സേഫും കാര്യങ്ങളൊക്കെയാണ്. മൂന്നാമത് ഇതിൽ വന്നൊരു അപ്ഡേറ്റ്, നമ്മുടെ ഓൾറെഡി ഇപ്പോൾ ഉള്ള സാധാ ഡ്രോൺസിനൊക്കെ നമുക്ക് മറ്റേ റിട്ടേൺ ടു ഹോം ഉണ്ടല്ലോ, എന്തെങ്കിലും ഇഷ്യൂ പറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിട്ടേൺ വന്നോളും. നാലാമത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഇത് കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ സാധാരണ ജോയ്സ്റ്റിക്ക് പോലത്തെ ഒരു പരിപാടി, ആ ഒരു പരിപാടിയിലാണ് ഇത് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്ന് എനിക്കറിയത്തില്ല. കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നോർമലി ഭയങ്കര ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. ഇപ്പം നോർമലി ഒരു ബേസിക് ആയിട്ട് വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ന്യൂ കമർ ഡ്രോൺ യൂസ് ചെയ്യുന്നതും ഭയങ്കര ഈസി ആയിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ആ ഒരു സ്റ്റിക്കിന്റെ ഫ്രണ്ടിൽ വരുന്നതാണ് അതിൻ്റെ ഒരു ഡ്രോണിന്റെ ഫ്രണ്ടിലോട്ട് പോകുന്ന ഒരു കൺട്രോളിങ്ങും. അതിനായിട്ട് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ആവുന്നതനുസരിച്ച് ഡ്രോൺ, ലൈക്ക് നമ്മൾ കൈ ഇങ്ങോട്ടോ പോകുന്നതനുസരിച്ച് ഡ്രോണും മൂവ് ആയിക്കോളും. എസ്പെഷ്യലി നമ്മൾ പഴയ മറ്റേ RC കൺട്രോളിന് ആവശ്യമില്ല. RC കൺട്രോൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സ്റ്റിക്ക് എന്ന് വെച്ചിട്ട് നമുക്കത് മൊത്തത്തിൽ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ഗെയിം കളിക്കത്തില്ലേ, ആ ഒരു പരിപാടിയിൽ നമുക്ക് ഈ സാധനം ഫുള്ള് ഫ്ലൈ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ആകെയുള്ളൊരു കൺഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ വിഷ്വൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, മീൻസ് കണ്ടാണല്ലോ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു ഗോഗിൾസ് അവർ തന്നിട്ടുള്ളത്, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനം അതിലുള്ളത്. അത് കൂടാഞ്ഞിട്ട് ഈ ഗോഗിൾസിൻ്റെ പുറത്ത് ഒരു ചെറിയൊരു സ്ക്രീനും ഉണ്ടാവും. ലൈക്ക് ഓൾറെഡി നമുക്ക് അതിൽ വ്യൂ ചെയ്ത് നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ അതിന് ചെറിയ റൈറ്റ് സൈഡ് എന്തോ ആണ് ഒരു ചെറിയൊരു സ്ക്രീനും ഉണ്ട്. അതായത് പുറത്തുള്ള ആൾക്കാർക്ക്, പുറത്ത് ആരാണുള്ളവർക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ചിലവർ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഷൂട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇന്ന ഫ്രെയിം വേണമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി RCയിൽ അറിയുമ്പോൾ കാണിച്ചു കൊടുക്കാം, ഓക്കെ ഇതല്ലേ ഓക്കെ അല്ലേ എന്ന്. അപ്പം RC അല്ലാത്തതുകൊണ്ട് നമുക്കിപ്പം ഗൂഗിൾസിൻ്റെ സൈഡിൽ വരുന്ന ഒരു കുഞ്ഞ് സ്ക്രീനുണ്ട്. അപ്പോൾ ആ സ്ക്രീൻ ഔട്ട്സൈഡ് യൂസേഴ്സിനും കറക്റ്റായി കാണാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. അതൊരു ഭയങ്കര അപ്ഡേറ്റ്. അത് വിത്ത് ജോയ്സ്റ്റിക്ക് നമുക്ക് ഗെയിം കളിക്കുന്ന പോലെ ഈ ഡ്രോൺ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. 249 ഗ്രാംസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈസൻസിൻ്റെയും കാര്യങ്ങളുടെ ആവശ്യമില്ല. അപ്പം ഒരു വൻ തിരിച്ചടിയാണ് ഇത് DJIക്ക് വരുന്നത്. അപ്പോൾ ഇനി തൊട്ടുള്ള DJIയുടെ ഇനി ഡ്രോൺസും ഭയങ്കര രീതിയിൽ ഇനി 360 ആവാൻ ചാൻസ് ഉള്ളതാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ DJIയുടെ മിനി 5 ഈ വർഷം റിലീസ് ആവുന്നുണ്ട്. അപ്പം ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോയും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് മിനിങ്ങാന്ന്
മെനിങ്ങാന്ന് ഇൻസ്റ്റ 360 ഉണ്ടായിരുന്നത്. ഇപ്പൊ DJയുടെ ഒരു പ്രൊഡക്റ്റ് അതിന്റെ റൂമറും കാര്യങ്ങളും സ്പെക്കും ഒക്കെ ഇറങ്ങി. അവര് ആ പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് മുന്നേ Insta360 ഇങ്ങനത്തെ ഒരു ഡ്രോൺ ഇറക്കുമ്പോഴത്തേക്കും അത് അത് ഭയങ്കര രീതിയിൽ DJ എന്നുള്ള ബ്രാൻഡേജ് ഒക്കെ ഇനി ബാധിക്കും. ഇനി ആ മിനി 5 ഇറങ്ങുമ്പോഴും ആൾക്കാരുടെ ഇടയിൽ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരാം. 360 ഡ്രോൺസ് എടുത്താൽ പോരെ എന്നൊക്കെ. പക്ഷെ അത് കൂടുതലും പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തപ്പോഴത്തേക്കും അന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8K 360 ഫ്രെയിമിൽ ഒരു 249 ഗ്രാംസ് ഒക്കെ വരുന്ന ഒരു കിടിലും ഡ്രോൺ തന്നെയാണ് ഇത്. പക്ഷെ ഇപ്പൊ അവർ ശരിക്കും അതൊരു പ്രിവ്യൂ മോഡലിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പം ഇതിന്റെ കൂടുതൽ സ്പെക്റ്റും കാര്യങ്ങളൊന്നും നമുക്കൊന്ന് പുറത്ത് അറിയാനും പറ്റത്തില്ല. ഈ ആന്റി ഗ്രാവിറ്റി എന്ന് പറയുന്ന ഇവരുടെ സൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ നോർമലി ഇപ്പൊ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും കാര്യങ്ങൾക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അവരുടെ റിവ്യൂയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് എത്രത്തോളം നമുക്ക് കൺവിൻസിങ് ആണ് എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. കാരണം ഈ പ്രൊഡക്റ്റ് പൂർണ്ണമായി അവർ മാർക്കറ്റിൽ റിലീസ് ചെയ്തിട്ടില്ല. ഈ 2025 ജനുവരി ആ റേഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുമെന്നാണ് പറയുന്നത്. എമൗണ്ട് ഓൾമോസ്റ്റ് ഒരു 1,05,000 to 1,10,000 റുപ്പീസ് ഒക്കെയാണ് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ വില വരുന്നത്. വില ഒന്നും അങ്ങനെ മോശമൊന്നുമല്ല, അതായത് കൂടുതൽ അങ്ങനെയൊന്നുമില്ല. വില അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റബിൾ തന്നെയാണ്. കാരണം മിനി സീരീസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, ഒരു പ്രൈസ് ഒക്കെ. ആ പ്രൈസ് തന്നെയാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് അതിൽ വലിയ ഇതൊന്നുമില്ല. അത് ഓക്കെയാണ്. നമുക്ക് 8K 360 എടുക്കാൻ പറ്റുന്ന ഭയങ്കര രീതിയിൽ അഡ്വാൻറ്റേജ് ഉള്ളതാണ്. പക്ഷെ എവിടെയാണ് ആൾക്കാർ പറയാത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ആയിട്ട് അവർ റിലീസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്കിപ്പോൾ ഇതിൽ ലോഗിൽ എടുക്കാൻ പറ്റുമോ, അതൊരു പോയിന്റ് ആണ്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഇപ്പോൾ ഷട്ടേഴ്സ്, ISO അങ്ങനെ ഒരു പ്രോ ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇതൊന്നും ഒരു ക്രിയേറ്റേഴ്സും പറയുന്നില്ല, അവരുടെ സൈറ്റിൽ അവർ പറയുന്നില്ല. അതുകൊണ്ട് DJയുടെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ ഓട്ടോ ട്രാക്കിംഗ് ആണ്. അപ്പോൾ ഓട്ടോ ട്രാക്കിംഗ് പരിപാടിയൊക്കെ ഇതിലുണ്ടോ, പിന്നെ ഇതിന്റെ സ്റ്റോറേജ് കാര്യങ്ങൾ എങ്ങനെയാണ്, അതായത് നമ്മളിപ്പോൾ SD കാർഡ് ഇടുന്നതും പരിപാടി, ഇങ്ങനത്തെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഫോട്ടോ എടുക്കാൻ പറ്റുമോ, അതോ ഇത് ടോട്ടലി 8Kയിലും 4Kയിലും 360 ഫുൾ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന, അത് മാത്രം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോൺ ആണോ, അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ബാക്കി ഇരിപ്പുണ്ട്. ഇതുകൂടെ ഇറങ്ങിയിട്ട് അത് എത്രത്തോളം മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം മിക്ക കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഈ നമ്മളിപ്പോൾ ഓട്ടോ ട്രാക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലാണ് കൂടുതലും അവർക്ക് അല്പം കൂടെ കൺവീനിയന്റ്. ഓക്കെ, ഇത് നമ്മൾ നോർമലി FPV ഡ്രോണുകളൊക്കെ ഫുൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കമന്ന് അങ്ങനെയൊന്നും പോകത്തില്ല. നോർമൽ ഫ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അതിൽ ഫുൾ കവർ ചെയ്യുന്നു എന്നുള്ളേ ഉള്ളൂ. ആന്റി ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ ഒഫീഷ്യൽ സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ഏറ്റവും താഴെ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നൊക്കെ നോക്കിയിട്ട് അവർ ഈ പ്രൊഡക്റ്റ് ഈ ക്രിയേറ്ററിന് അയച്ചു തന്നിട്ട് അവരുടെ അഭിപ്രായം നോക്കിയിട്ട് ഇനിയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്ഷൻ വരുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാം പ്രിവ്യൂ ആണ്. ഇതിന് മിസ്സിങ് എന്തൊക്കെയാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത്, അവർക്കൊരു സ്പെഷ്യൽ ബോണസ് പേയ്മെന്റ് ഉണ്ടെന്നൊക്കെയാണ് സൈറ്റിൽ കണ്ടത്. അങ്ങനെ അഭിപ്രായം പറയുന്നവർക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നവരെ നല്ല അഭിപ്രായമാണെങ്കിൽ ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനൊരു അപ്ഡേറ്റ് വന്നത് ഇതൊരു ഭയങ്കര വിജയം. സോ ഇനി വരാൻ പോകുന്ന DJ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പ്രൊഡക്ട്സ് ഒക്കെ ഇത് ഭയങ്കര കോമ്പറ്റീറ്റീവ് ലെവലായിരിക്കും. ഓൾറെഡി കോമ്പറ്റീറ്റർ ഉണ്ടെങ്കിൽ ഇറക്കുന്ന പ്രൊഡക്റ്റ് അത്രയും അഡ്വാൻറ്റേജ് ആയിരിക്കും. ബഡ്ജറ്റും നമുക്ക് ചിലപ്പോൾ കുറഞ്ഞു കിട്ടും. Insta360 ആന്റി ഗ്രാവിറ്റി A1 എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത്. എന്തായാലും നമുക്ക് ജനുവരി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഡ്രോണിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എന്തായാലും ഭയങ്കര കൺഫ്യൂസിങ് ടൈമാണ്. ഇപ്പം മിനി 5 Pro എടുക്കണോ അതോ Insta360 ചാടണോന്ന്. സോ ഇതിനൊക്കെ ഫോട്ടോഗ്രാഫി ബേസ്ഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.